ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു മിനി ഓർഗനൈസറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കളർ പേപ്പർ കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല ആവശ്യത്തിനുള്ള അതിൽ കളർ പേപ്പർ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ടേപ്പിൻ്റെയൊക്കെ അവസാനം വരുന്ന ഒരു കാർഡ്ബോർഡ് പീസില്ലേ, അതെടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട പശയൊക്കെ തേച്ച് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കളർ പേപ്പർ അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ച് കൊടുത്ത് ബാക്കിയൊന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ തന്നെ നമുക്ക് അതിനൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും. നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ പേപ്പർ എടുക്കുക. അപ്പോൾ ഞാനൊരു പേസ്റ്റൽ കളറാണ് എടുത്തിരിക്കുന്നത്. ശേഷം നമ്മൾ 2 കാർഡ്ബോർഡ് പീസസ് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കളർ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക. രണ്ടെണ്ണം വേണം. രണ്ടെണ്ണം ഇതുപോലെ ഇതേ സെയിം മെത്തേഡിൽ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുത്ത് അതിൽ ഒട്ടിക്കുക. എന്നിട്ട് നമ്മളതിൽ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് ഇത് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു ആ ഒരു കാർഡ്ബോർഡ്. അപ്പോൾ നമ്മൾ എന്നിട്ട് അതിൻ്റെ ടോപ്പിലായിട്ട് ആ ഒരെണ്ണം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. വേറെ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അതിൻ്റെ അടപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കവായി സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒട്ടിച്ചാൽ മതി. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഒട്ടിച്ചാണ്. കവായി സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മുടെ മിനി ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ മൂടി നമ്മുടെ ടേബിളിലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ബൈ.